നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യ UAE വിമാന സർവീസ് സംബന്ധിച്ച തീരുമാനം ഈ മാസം 20-ന് നടക്കുന്ന അവലോകന യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് സൂചന. ഇപ്പോൾ ഇന്ത്യയിലുള്ള UAE താമസ വിസക്കാർക്ക് UAEയിലേക്ക് പോകാനായി എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും സർവീസ് നടത്തി വരികയാണ്. ഈ മാസം 12-ന് തുടങ്ങിയ ഈ പ്രത്യേക സർവീസുകൾ 26 വരെ തുടരുകയും ചെയ്യും. എന്നാൽ പല വിമാന സർവീസുകളിലും മതിയായ യാത്രക്കാരില്ലെന്നാണ് പരാതി. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ നഗരങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് ഇത്തരത്തിൽ ആളില്ലാതെ പറക്കുന്നത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്ത ശേഷമായിരിക്കും വിമാന സർവീസുകൾ കൃത്യമായി നടത്തുന്നത്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനം പുറത്തുവരും എന്നാണ് ഇന്ത്യൻ വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി ഡൽഹിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം UAE ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് നാടുകളിലേക്കും സർവീസ് വേണമെന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തുകയാണ് ഇത്തരം സർവീസുകൾ ആരംഭിക്കാനുള്ള പ്രാഥമിക കടമ്പ. UAEയിലേക്ക് പോകുന്നവർ 96 മണിക്കൂറിനുള്ളിൽ കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ട് കരുതണമെന്നും 14 ദിവസം നിർബന്ധമായും ക്വാറന്റൈനിൽ ഇരിക്കണമെന്നുമാണ് UAE വ്യവസ്ഥ ചെയ്യുന്നത് തന്നെ. എന്നാൽ ഇന്ത്യയിലേക്ക്, വിശേഷിച്ച് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിലും കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. ഗൾഫിൽ നിന്നെത്തുന്നവർക്ക് കേരളത്തിൽ 28 ദിവസം വരെയാണ് ഇപ്പോൾ ക്വാറന്റൈൻ കാലാവധി. ചെറിയ അവധി കണക്കാക്കി പോയി വരാമെന്ന് കരുതിയവരെല്ലാം ഇതോടെ യാത്ര ഉപേക്ഷിച്ചു. ഇത് കാരണം ഇപ്പോൾ ചാർട്ടേഡ് വിമാനങ്ങളിലും മതിയായ യാത്രക്കാരില്ല. വലിയ പ്രചാരണം നടത്തിയാണ് മിക്ക സംഘടനകളും ഇപ്പോൾ യാത്രക്കാരെ സംഘടിപ്പിക്കുന്നത്. വന്ദേ ഭാരത് മിഷൻ ഉൾപ്പെടെ ഒട്ടേറെ വിമാനങ്ങളാണ് ഇപ്പോൾ ഗൾഫ് നാടുകളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറക്കുന്നത്. വന്ദേ ഭാരത് മിഷനിൽ മാത്രം നിത്യേന 20,000 പേർ വീതം ഇന്ത്യയിൽ എത്തുന്നുണ്ടെന്നാണ് കണക്ക്. ഇതിനോടകം തന്നെ 2,15,495 പേരാണ് വന്ദേ ഭാരത് മിഷൻ വിമാനങ്ങൾ വഴി ഇന്ത്യയിലെത്തിയതെന്ന് ഇന്ത്യൻ വ്യോമയാന മന്ത്രി വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.